കഴിഞ്ഞ വർഷം മലയാള സിനിമാ പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ച ഒരു ട്രെൻഡായിരുന്നു കൈകൊടുക്കൽ. നടൻ ബേസിൽ ജോസഫിൽ നിന്നാണ് ഇതിന് തുടക്കമായത്. കഴിഞ്ഞ വർഷം കോഴിക്കോട് നടന്ന കേരള സൂപ്പർ ലീഗ് ഫുട്ബോൾ ഫൈനലിന്റെ സമാപന ചടങ്ങിനിടെ ബേസിൽ കൈനീട്ടിയത് കാണാതെ ഒരു താരം പൃഥ്വിരാജിന് കൈകൊടുക്കുമ്പോഴാണ് ഈ ഷേക്ക് ഹാൻഡ് ട്രോളുകൾ തുടങ്ങിയത്. ടൊവിനോ തോമസ്, ബേസിൽ ജോസഫ്, ഗ്രേസ് ആന്റണി, മമ്മൂട്ടി തുടങ്ങി നിരവധി പേരാണ് ഈ ട്രെൻഡിൽ പെട്ടുപോയത്. ഇപ്പോഴിതാ ഈ കൈകിട്ടാ ക്ലബ്ബിലേക്ക് പുതിയൊരു എൻട്രി കൂടി എത്തിയിരിക്കുകയാണ്. ഇത്തവണ നറുക്ക് വീണത് നമ്മുടെ സ്വന്തം ലാലേട്ടനാണ്. പ്രതിച്ഛായ സിനിമയുടെ ട്രെയിലർ ലോഞ്ചിൽ വെച്ചായിരുന്നു കൈകെട്ടാ ക്ലബ്ബിലേക്ക് മോഹൻലാലും വന്നുപെട്ടത്. ചടങ്ങിനിടെ ഗോകുലം ഗോപാലൻ മോഹൻലാലിന് നേരെ കൈനീട്ടുകയും പിന്നീട് സിമി വേലന് കൈ കൊടുക്കുകയും ചെയ്തു. ഇതോടെ ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ മോഹൻലാൽ നീട്ടിയ കൈ താരം മെല്ലെ പിന്നിലേക്ക് വലിക്കുന്നതാണ് വീഡിയോയിൽ കാണാൻ കഴിയുക. ഇതോടെ ബേസിൽ യൂണിവേഴ്സിലേക്ക് സ്വാഗതം എന്ന തലക്കെട്ടോടെ മീമുകളും കമന്റുകളും സോഷ്യൽ മീഡിയ നിറയുകയാണ് ഇപ്പോൾ. നീണ്ട നിരയ്ക്കൊടുവിൽ ലാലേട്ടനും കൈകെട്ടാ ക്ലബ്ബിൽ അംഗമാകുന്ന തമാശയുള്ള ആരാധകർ ഈ വീഡിയോ പങ്കുവെക്കുന്നത്. ഇതിനു മുമ്പ് ഈ ലിസ്റ്റിലേക്ക് ഇടം നേടിയ ഒരാൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയായിരുന്നു. സംസ്ഥാന കലോത്സവ വേദിയിൽ നടൻ ആസിഫ് അലിക്ക് കൈകൊടുക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് ശ്രദ്ധിക്കാതെ പോയ ദൃശ്യം എന്ന വലിയ രീതിയിൽ വൈറലായി മാറിയിരുന്നു. ശിവൻകുട്ടി തന്നെ ഞാനും പെട്ടു എന്ന ക്യാപ്ഷനോടെ വീഡിയോ പങ്കുവച്ചത് പ്രേക്ഷകർ ആഘോഷിച്ചിരുന്നു. സാരമില്ല, അടുത്ത ആളെ കിട്ടും. ഇത് കുറച്ച് വൈകിയെങ്കിലും ലാലേട്ടനും യൂണിവേഴ്സിലെത്തി. ലാലേട്ടനും പെട്ടു. വെൽക്കം ടു ബേസിൽ യൂണിവേഴ്സ് എന്നൊക്കെയാണ് വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ.